ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിത്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിത്യതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യം എന്താണ്? നിങ്ങൾ നിത്യതയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്. പ്രാർത്ഥനയോടെ ശ്രവിക്കണമേ. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണ്. ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. അവൻ്റെ ആയുസ് ഏറെ ആയാൽ 80 സംവത്സരം. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും മരിക്കും. ഇന്നലകൾ ശക്തമായി നമുക്ക് നൽകുന്നൊരു സന്ദേശമാണത്. കോടിക്കണക്കിന് ആളുകൾ മരണത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുന്നു. അവർ നേടിയതൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല. ദൈവഭക്തനായ ഇയ്യോബ് പറഞ്ഞു, നഗ്നനായി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. തിരിച്ചു പോകുമ്പോൾ നാം ഒന്നും കൊണ്ടുപോവുകയുമില്ല. പ്രിയപ്പെട്ടവരെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. സകല മനുഷ്യരും മരിക്കുന്നു. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഇന്ന് സമൂഹത്തോട് ചോദിച്ചാൽ, നിങ്ങളോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ഇന്നത്തെ നമ്മുടെ ഭാരങ്ങളൊക്കെ പറയും. എന്നാൽ ബൈബിൾ പറയുന്നത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മരണമാണെന്നാണ്. മരണമാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പ്രിയപ്പെട്ടവരെ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകം മുഴുവൻ വലിയൊരു ക്ഷാമത്തിലേക്ക് നീങ്ങുന്ന സമയമാണ്. ക്ഷാമകാലത്ത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നാം എണ്ണി എണ്ണി പറയും. എന്നാൽ ബൈബിൾ എന്നും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമാണ്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ദൈവം ആദിയിൽ ആകാശഭൂമി സൃഷ്ടിച്ചു. ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും ദൈവം വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. എന്നാൽ നമ്മെ, മനുഷ്യനെ, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്, തേജസ്സുള്ളവനായിട്ടാണ്. ലോകത്തെ വാഴുവാനുള്ള അധികാരമാണ് ദൈവം അവന് കൊടുത്തത്. അവൻ ദൈവത്തോട് കൂടെ നടന്നവനാണ്. എന്നാൽ ആദ്യ മനുഷ്യനായ ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച നിമിത്തം ഈ ഭൂമിയിൽ സകല മനുഷ്യരിലും പാപവും മരണവും വാഴ്ച തുടങ്ങി. ഭയങ്കരവും അതിശയകരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പക്ഷേ മരണത്തിന് മുമ്പിൽ, ശാപത്തിന് മുമ്പിൽ മനുഷ്യൻ അവസാനിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷകനെ ഈ താണഭൂമിയിലേക്ക് അയച്ചു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ പുത്രൻ തമ്പുരാൻ ഏറ്റുവാങ്ങി. വിശുദ്ധ ബൈബിൾ പറയുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ രക്ഷിക്കാൻ ഒരുവൻ ഈ ഭൂമിയിൽ വന്നു. നിങ്ങളുടെ പ്രശ്നത്തെ കണ്ടു, അതവൻ ഏറ്റുവാങ്ങി. നിങ്ങൾ മരിക്കേണ്ടതിന് പകരം അവൻ മരിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. മരണം കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ. അവൻ വന്നത് മരണം ഏറ്റുവാങ്ങാനാ. എന്നാൽ മരണം കൊണ്ട് അവസാനിപ്പിക്കുവാനുമല്ല വന്നത്. മൂന്നാം നാൾ യേശു
മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. പിതാവായ ദൈവം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ ഒരു ആലോചന, നിങ്ങളുടെ മരണം മാറ്റുവാൻ ഒരുവൻ ഈ ഭൂമിയിൽ വന്നു. തൻ്റെ മരണം കൊണ്ട് അവൻ നിങ്ങളുടെ മരണം മാറ്റി. 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. നിങ്ങളതൊന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾ പാപിയാണെന്നൊന്ന് സമ്മതിച്ചാൽ മതി. യേശുവേ എന്നെ സഹായിക്കണമെന്നൊന്ന് പറഞ്ഞാൽ മതി. ഒന്ന് വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. മരണത്തിനപ്പുറം ജീവിതമുണ്ട് എന്ന് പറയുന്നവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനാണ്. തന്നെ വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തു വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. ഈ സന്ദേശം ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ, പ്രധാനപ്പെട്ട, അടിയന്തരമായ സന്ദേശം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.